ഞാൻ പഴുത്തതാണ്ടത് എന്തെടുത്ത് കറി വെക്കും. എന്താടി ഏട്ടന് എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം? ചേട്ടനെവിടെ? അത് രാവിലെ എങ്ങാണ്ടോട്ടും പോയിട്ടുണ്ട്. അവനെ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാനാ പറഞ്ഞ അവനെ ഉറങ്ങിക്കോട്ടെന്ന്. എന്തിനാ കരയണ? എന്തിനാന്ന്? അതെ, രാവിലെ എണീറ്റപ്പോ തൊട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ ഒന്ന് തിരിച്ചറിയാത്ത പോലെ. അവനെ അഭിനയിക്കണതാടി പൊട്ടി. അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചേ, പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെ പറയണു. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമുണ്ടാവാന്? എന്റെ പെണ്ണെ നിന്നെ പറ്റിക്കണതാന്ന്. ഇത്രയും നേരം നീ അമ്മേനോട് പോയി ചോദിക്കാൻ പറഞ്ഞേ, അവന്റെ ഇതൊക്കെ മാറുമല്ലോ. അമ്മയുടെ അടുത്തും അങ്ങനെയൊക്കെ പറയണു. അമ്മയുടെ അടുത്തോ? എന്റെ സംശയം ഇന്നലെ വീണപ്പോ എന്തെങ്കിലും പറ്റിക്കണം. ഇന്നലെ വീണപ്പോ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ പറ്റേണ്ടതല്ലേ? പിറ്റേ ദിവസം എല്ലാവർക്കും തലയ്ക്ക് ഇത് വന്നത് പോടി അവിടുന്ന്. രാവിലെ എണീറ്റപ്പോ തൊട്ട് എന്തൊക്കെയോ പറയണ്ട, ഒന്നും മനസ്സിലാവണില്ല. എന്നോട് ഇവിടുന്ന് പോവാനൊക്കെ പറയാ. എന്നോട് പോവാൻ പറഞ്ഞെന്തിനാ? എന്താന്ന് മോങ്ങണത്? എന്താമ്മേ നീ കരയണ്? എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ഇപ്പോഴത്തെ ഒരു കാര്യം അവന് ഓർമ്മയില്ല. ഓർമ്മയില്ലാത്ത കനക വന്നേ. എന്താടി? എന്താണ്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആ മാവിന്റെ മുകളിൽ നിന്ന് വീണു, അത്രേ ഉള്ളൂ. മാവിന്റെ മുകളിൽ നീ പോസ്റ്റിന്റെ മുകളിൽ നിന്നാ വീണത്. ഏയ്, പോസ്റ്റിന്റെ മുകളിൽ നിന്നോ? ആരാ പറഞ്ഞ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണെന്ന്? പിന്നെ പോസ്റ്റിന്റെ മുകളിൽ നിന്നല്ലേ മാവിന്റെ മുകളിൽ നിന്ന് വീണ ആൾ ഇപ്പൊ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണതായോ? അമ്മാവന്റെ വീടിന്റെ മുമ്പിലുള്ള ആ വഴിയിലുള്ള ആ കുറുപ്പ് മാഷിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആ ഒരു മാവില്ല, വലിയ മാവ്. നീ എപ്പോഴും അമ്മാവന്റെ വീട്ടിൽ പോയേ? ഞാൻ പോയല്ലോ, 4 മാസമായിട്ട് ഞാൻ അവിടെ അല്ലേ. 4 മാസമായിട്ട് ഞാൻ അമ്മാവന്റെ വീട്ടിലല്ലേ. ആ മാവിന്റെ മുകളിൽ നിറയെ മാങ്ങ. അങ്ങനെ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയതാ. പുളിയെറുമ്പ് പിടിച്ചിട്ട് നേരെ താഴ്ത്തു വീണു. അതെ, നിർത്തിക്കോ. ഒരുപാട് അഭ്യാസം ഇറക്കല്ലേ. എന്താണ്? എന്താ നീ വേഷം കെട്ടുന്നത്? പുതിയൊരു അഭിനയിപ്പിക്കണോ? എന്താ അഭിനയം? ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്തേ? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താണ്? എന്തുദ്ദേശം? തടിച്ചിട്ട് വല്ല ചീമപ്പോർക്ക് പോലെ ഇടുന്നു. ഞാനൊരു 4 മാസം പെടുന്ന് മാറി നിന്നപ്പോഴേക്കും എനിക്ക് ഇതിനുള്ള കൂടെ നീ കയറ്റിയാണോ? അപ്പൊ നോക്ക്, അമ്മേക്കാ തടി കൂടുതലുണ്ട്. നീ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടേ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടേ? അമ്മാവനൊരു 2-3 ആലോചനകൾ കൊണ്ടുവന്നു. അപ്പൊ ഒരു ജോലിയൊന്നുമില്ല, പക്ഷെ ചെക്ക നല്ലതാ. ജോലി ഇല്ല. ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടി ഞങ്ങൾ ചെലവിനറിഞ്ഞു വരും. അപ്പൊ അത് വേണ്ട. പിന്നുള്ളതൊരു പേർഷ്യക്കാരൻ്റെ ആലോചന. പേർഷ്യക്കാരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പേർഷ്യക്കാരനോട് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഒറ്റയ്ക്കാവില്ലേ? അപ്പോഴും ബുദ്ധിമുട്ടാ. അപ്പൊ അമ്മാനോട് പറഞ്ഞു, പിന്നെ എൻ്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ആദ്യം അവളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് എൻ്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച് മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം അച്ഛൻ വരട്ടെ. ഓക്കെ, അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണത്തിന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഈ തടി ഒന്ന് കുറയ്ക്കണം. തടി ഇപ്പൊ കൂടുതലാ. തടി കുറയ്ക്കണം കേട്ടോ. എന്താ കുഴപ്പമുണ്ടമ്മ? എന്താ കുഴപ്പമുണ്ട്? നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ഫാസിലിനെ അഴകശനെയൊക്കെ ഒന്ന് വിളിക്കും നിങ്ങൾ. നീ അമ്മാവനൊന്ന് വിളിച്ചു. അമ്മ, എന്തായാലും ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെന്ന് നല്ലതാട്ടോ. ഡോക്ടറിന് കാണാൻ മതി. എൻ്റെ തലയുടെ ഉള്ളിൽ കൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു ഞണ്ടരിക്കണ പോലെയാണ്. അതിങ്ങനെ ഇഴഞ്ഞിട്ട് ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരിക. അടങ്ങി നിന്നോ. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്തൊരു ഞണ്ടുണ്ടോ? അവിടേക്ക് അതിനെ പോക്കേ. അതാണ് ഡോക്ടർ എന്തായാലും കാണുന്നത്. അത് നല്ലതാ. എന്തേ സന്തോഷമില്ലേ? ചായ കുടിക്കണമെങ്കിൽ ചായ എടുത്തിട്ട് കൊണ്ടുവരും കേട്ടോ. പാല് വേണമെങ്കിലും ശേഷം കുറച്ചോ, കട്ടനായാലും മതി.